ഹലോ ഫ്രണ്ട്സ്, ഫിഫ്ത്ത് ഡേ ചാലഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് ഡയറക്ട്ലി മൂവ് ചെയ്യാം. ഇന്നത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഐ റിമെമ്പർ ഇംഗ്ലീഷ് വേർഡ്സ് ഈസിലി. ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സും ഇംഗ്ലീഷിലുള്ള വാക്കുകളൊക്കെ നന്നായിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും പറ്റുണ്ടാവും. കാരണം നിങ്ങൾ ABCD മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ എവിടെ എത്തി നിൽക്കണമെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇന്നും ആക്ടിവിറ്റീസ് വരും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് അല്ലേ. അപ്പൊ എന്താണ് ഇന്നത്തെ അഫർമേഷൻ? ഐ റിമെമ്പർ ഇംഗ്ലീഷ് വേർഡ്സ് ഈസിലി. ഇത് 21 തവണ നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ പറഞ്ഞിട്ട് എഴുതുക. ആൻഡ് മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഐ റിമെമ്പർ ഇംഗ്ലീഷ് വേർഡ്സ് ഈസിലി എന്ന് പറയുക. കണ്ണടയ്ക്കുക, വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ദെൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ക്രിയേറ്റ് ചെയ്തിട്ട്, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗുഡ് ഫീലിൽ കണ്ണ് തുറക്കുക. പിന്നെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ്, എന്ത്, രാത്രി കിടക്കുന്നതിന് മുമ്പേ കൂടെ ഈ 21 ടൈംസ് നിങ്ങൾ ചാൻഡ് ചെയ്യണം. എന്നിട്ട് കണ്ണടച്ച് കിടന്നുറങ്ങാം. എന്താണ് 21 ടൈംസ് നിങ്ങൾ ചാൻഡ് ചെയ്യേണ്ടുന്ന ഇന്നത്തെ അഫർമേഷൻ? ഐ റിമെമ്പർ ഇംഗ്ലീഷ് വേർഡ്സ് ഈസിലി. ഇനി ഇന്നത്തെ വൊക്കാബുലറി എക്സസൈസിലേക്ക് മൂവ് ചെയ്യാം. 4 ലെറ്റേഴ്സ് തന്നെയാണുള്ളത്. QRST. ഈ 4 ലെറ്റേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി വേർഡ്സ് എഴുതി വെക്കുക. റെഫർ ചെയ്യരുത്, മനുഷ്യരുടെ പേരുകളും വേണ്ട. ഓക്കെ. ഇനി നെയിംസ് ഓഫ് ഡ്രസ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രസ്സിന്റെ പേര് ഇംഗ്ലീഷിൽ അറിയാം. കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ്, മുതിർന്നവർക്ക് സെപ്പറേറ്റ്, പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ അല്ലേ. അങ്ങനെ എന്തോരം ഡ്രസ്സുകളാണ് ഇപ്പോൾ ഉള്ളതല്ലേ. അതിൻ്റെ സിനിമാ പേരുകളല്ല കേട്ടോ. നിങ്ങൾക്ക് ഓരോന്നിനും ഓരോരോ പേരുകൾ ഉണ്ടാവും. അപ്പോൾ ഫിലിം നെയിം റിലേറ്റഡ് ആയിട്ടുള്ള നെയിംസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഗൗൺ ഇടും, സ്കേർട്ട് ഇടുന്ന സമയത്ത് ഷർട്ട് ഉണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്, സ്കാർഫ് ഉണ്ട്. ഇങ്ങനെ അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രസ്സുകളുടെ ഒക്കെ ഇംഗ്ലീഷ് നെയിംസ് നിങ്ങൾ എഴുതി വെക്കാം. റെഫർ ചെയ്യരുത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ഇച്ചിരി കൂടെ ഒരു പൊടിക്ക് കോംപ്ലക്സ് ആണോ എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. തെറ്റിച്ചാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റണതുപോലെ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കണം. നിങ്ങൾ സ്റ്റോറി മുമ്പ് റീഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? കൃത്യമായിട്ടുള്ള വോയിസ് മോഡുലേഷൻസും എക്സ്പ്രഷൻസും ഇന്റർനാഷൻസും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ടൊരു സ്റ്റോറി, കഥ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇംഗ്ലീഷിൽ? ഇന്നിപ്പോൾ നോക്കി വായിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു കഥ നോക്കി വായിച്ചൊക്കെ നോക്കാം. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് അതൊന്ന് പറയാൻ ശ്രമിക്കണം. അതുപോലെ ആയിട്ടില്ലെങ്കിലും അതേ സെന്റൻസസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഗ്രാമർ മിസ്റ്റേക്സ് വന്നാലും സാരില്ല. നിങ്ങൾക്ക് പറ്റണത് പോലെ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷിൽ ഇച്ചിരിയെങ്കിലും പറ്റണ പോലെയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ പറ്റും. ഓക്കെ. എന്താണ്? ഒരു സ്റ്റോറി നിങ്ങൾ ടെൽ ചെയ്യണം, പറയണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പറയാം, നിങ്ങളുടെ മക്കളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം, ഒറ്റയ്ക്ക് പറയാം. റെക്കോർഡ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക. വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കാണാം എങ്ങനെയുണ്ട് നിങ്ങളുടെ കഥ പറച്ചിലിൻ്റെ മുഖഭാവവും എല്ലാം, ഭാവാദികളൊക്കെ കാണാം. അല്ലെങ്കിൽ വോയിസ് നോട്ടിൽ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടു നോക്കുക കേട്ടോ. നിങ്ങൾ സ്റ്റോറി ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞത്, ഇംഗ്ലീഷിലാണ് കേട്ടോ, മറക്കരുത്. ഇനി പാസ്റ്റ് മെമ്മറീസ് റീകളക്ട് ചെയ്യാണ്. നമുക്കത് മലയാളത്തിൽ ഓർത്തെടുക്കാനും പറയാനും വാചാലമാകാനും ഒരു വിഷയമില്ല. എന്താ പാസ്റ്റ് മെമ്മറി? ഇന്നത്തെ കാര്യമില്ല, കഴിഞ്ഞു പോയതാണ് അല്ലേ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. അപ്പൊ എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് നമ്മൾ. അത് ചിലപ്പോൾ കുട്ടിക്കാലത്തെ കാര്യമായിരിക്കാം, ഇന്നലെ നടന്ന കാര്യമായിരിക്കാം, കുഴപ്പമില്ല. ഒരുപാട് മുമ്പത്തെ കാര്യമായിരിക്കാം. എപ്പോഴത്തെ ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിലനിൽക്കുന്ന സങ്കടമോ സന്തോഷമോ ഉദ്വേഗമോ അല്ലെങ്കിൽ എന്താണ് ഭയാശങ്കയോ അല്ലെങ്കിൽ വളരെയധികം ആത്മനിർവൃതിയോ എങ്ങനെയോ ആട്ടെ, നിങ്ങളുടെ ഫീലിങ്സ് എന്തുമാകട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഒരു അനുഭവം, മുമ്പത്തെ ഒരു അനുഭവം മാത്രം ഒന്ന് ഓർത്തെടുത്തിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുകയാണ്. അത് പറ്റില്ല, എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നൊന്നും കരുതണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് അതൊന്ന് കാണാതെ പറയാൻ ശ്രമിച്ചോളൂ. എഴുതണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയിട്ട് നിന്നിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. കുറച്ച് ലാഗൊക്കെ, അങ്ങനത്തെ കുറച്ച് ലാഗൊക്കെ വന്നോട്ടെ, ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ വന്നോട്ടെ, അതൊക്കെ വരും, സ്വാഭാവികമല്ലേ. പക്ഷെ നിങ്ങളത് പറയാം. നിങ്ങളുടെ ഒരു പഴയ കാലത്തെ ഓർമ്മ ഓർത്തെടുത്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഇന്ന് 5th ഡേ ആണ്. അപ്പൊ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്, നിങ്ങളെ സെലിബ്രേഷൻ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോളൂ. നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നതോ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നതോ, നിങ്ങൾ നല്ലൊരു വസ്ത്രം നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതോ, ഒരു ചോക്ലേറ്റ് ഒക്കെ രുചിക്കുന്നതോ, എന്തും ആവട്ടോ. ഈ പറഞ്ഞതൊന്നുമല്ല, എന്തുമാകാം. ദാറ്റ്സ് യുവർ ചോയ്സ്.
അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? മൈ 5th day ഓഫ് മാജിക് ഇംഗ്ലീഷ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ഡാഷ്. മൈ 5th day of magic English is celebrated by dash.